ഹായ് ഫ്രണ്ട്സ്, തിരുവല്ലയിൽ നിന്ന് വന്ന സോളമൻ സാറിൻ്റെ ഇന്നോവയുടെ സീറ്റ് വർക്ക് വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വണ്ടിയിലിപ്പോൾ ഓൾറെഡി ഒരു സീറ്റ് കവർ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം മാറ്റിയിട്ട് ബ്ലാക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇന്നോവയുടെ വർക്കെല്ലാം കഴിഞ്ഞ് സീറ്റെല്ലാം വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഫുൾ ബ്ലാക്കിലാണ് ഈ വണ്ടിയിൽ സീറ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. ലെതർ ഫിനിഷിംഗ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റീരിയൽ ഗ്ലോസി ടൈപ്പ് മെറ്റീരിയലാണ്. സ്റ്റിയറിംഗ് കവർ ജെനുവിൻ ലെതർ ഹാൻഡ് സ്റ്റിച്ചിങ് ആണ് ചെയ്തിരിക്കുന്നത്. റെഡ് കളർ നൈലോൺ സ്റ്റിച്ചിങ് ആണ് ഡബിൾ സ്റ്റിച്ചിങ് പോർഷനിൽ കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ ബ്ലാക്ക് തന്നെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത് നൈലോൺ സ്റ്റിച്ചിങ് തന്നെയാണ്. എല്ലാ സീറ്റിലും അഡീഷണൽ ആയിട്ട് ഫോം ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒറിജിനൽ രീതിയിലാണ് ഈ സീറ്റ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഒറിജിനൽ രീതി എന്ന് ഉദ്ദേശിച്ചത് കമ്പനി എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് ആ രീതിയിൽ ഫിറ്റ് ചെയ്യുന്നത് തന്നെയാണ്. പല സ്ഥലത്തും പല പേരാണ് പറയുന്നത്. ഈ ഫിറ്റിങ്, സ്കിൻ ഫിറ്റ്, ടൈറ്റ് ഫിറ്റ് എന്നൊക്കെ പറയാറുണ്ട്. ലെതർ ഫിനിഷിംഗ് മെറ്റീരിയലാണ് സീറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റീരിയൽ വാഷബിളും അതുപോലെ തന്നെ പുറത്തൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചൂട് വളരെയധികം കുറവുള്ളൊരു ടൈപ്പ് മെറ്റീരിയലാണ്. ഇപ്പോൾ വെയിലത്തിട്ട് കഴിഞ്ഞാലും സാധാരണ റെക്സിനെ അപേക്ഷിച്ച് വളരെയധികം ചൂട് കുറവുള്ള ടൈപ്പ് മെറ്റീരിയലാണ്. ഈ വണ്ടി ഒരു ഡൽഹി വണ്ടിയാണ്. ഇതിനകത്ത് ഒരു ഗിയർ ലിവറിനടുത്ത് ഒരു ലോക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വണ്ടിയൊക്കെ പുറത്തിട്ട് പോകുമ്പോഴത്തേക്കും ഗിയർ ലിവർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. വണ്ടി ഇപ്പോൾ എങ്ങാനും സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റിങ് നടക്കില്ല. അതിന് വേണ്ടിയിട്ട് ലോക്ക് ചെയ്യാനുള്ളൊരു ലോക്കാണിത്. സീറ്റ് വർക്ക് കൂടാതെ ഈ വണ്ടിയിൽ സ്റ്റിയറിംഗ് കവർ, ഡോർപാഡ്, കൺസോൾ ബോക്സ്, ഹാൻഡ് ബ്രേക്ക്, ഗിയർ ബൂട്ട്, ഗിയർ നോബ് എന്നിവയെല്ലാം ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കവറും ഗിയർ ബൂട്ടും ഗിയർ നോബെല്ലാം ഹാൻഡ് സ്റ്റിച്ചിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇന്നോവ വർക്കിൻ്റെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയ വണ്ടി പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. അവരെല്ലാവർക്കും ബൈ.